ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളെ പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്ന ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സമയങ്ങളെയും ഡിപ്രഷൻ എന്നൊക്കെ വിളിച്ചപമാനിക്കുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ്. കരയുന്നതും വേദനിക്കുന്നതും ചേർത്ത് പിടിക്കേണ്ട മനുഷ്യർ ഒത്തിരി ദൂരത്താവുമ്പോൾ കാത്തിരിക്കുന്നതോ ഒരിത്തിരി നേരം ഒറ്റയ്ക്കിരിക്കുന്നതോ ഒക്കെ ഒരു തെറ്റായി കാണാൻ ഒരിക്കലും ആവില്ലല്ലോ. ഉള്ളിൽ ഒരു കടലോളം സ്നേഹം ഉണ്ടെങ്കിലും തുറന്നു പറയാൻ മടി കാണിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാനുള്ള കൊതിക്കുമ്പോഴും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ട്. തുറന്നു പറയാൻ മടി കാണിക്കുന്നത് കൊണ്ട് മാത്രം നഷ്ടങ്ങളായി പോകുന്ന എത്രയെത്ര പ്രണയങ്ങളാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത്. നിന്റെ ഉള്ളിലെ പരാജയത്തിന് ഭക്ഷണം നൽകിയാൽ ജീവിതം മുഴുവൻ നീ പരാജയം നേരിടേണ്ടി വരും. നിയോഗം തിരിച്ചറിയാതെയുള്ള ജീവിതം ജലത്തിൽ ഒഴുകി നടക്കുന്ന പൊങ്ങുതടിയെപ്പോലെയാണ്. നിങ്ങളുടെ ചിന്തകളെ കൈകാര്യം ചെയ്യാൻ അറിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തെയും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അതിനെ ആരും ആസ്വദിക്കാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മളൊന്ന് വീണുപോയാൽ നമ്മൾ മാത്രം. സുഹൃത്തുക്കൾ വളരെ സഹായകരമാണ്. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കും എന്നതിനാൽ മാത്രമല്ല, അവർ നമ്മെ നോക്കി ചിരിക്കുന്നു. അവയിലൂടെ നാം അല്പം വസ്തുനിഷ്ഠതയും അല്പം എളിമയും മര്യാദയും ഒക്കെ പഠിക്കുന്നു. നമ്മൾ ജീവിത നിയമങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിലെ മികച്ച അഭ്യാസിയായി മാറുകയും ചെയ്യുന്നു. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നതിൽ താല്പര്യം നന്നേ കുറവാണ്. ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുടിയിൽ തൊടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. അതുപോലെ വിഷാദരോഗ സാധ്യതയെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഒരു പെണ്ണ് ഒരു ആണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആണ് ഒരു പെണ്ണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം ആ പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാൻ ആവില്ല എന്നാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. വിജയിച്ച വ്യക്തിയും ഒരു പരാജിതനും തമ്മിലുള്ള ഏക വ്യത്യാസം ഒരാൾക്ക് മികച്ച കഴിവുകളും ആശയങ്ങളും ഉള്ളതും മറ്റേയാൾക്ക് അത് ഇല്ലാത്തതും അല്ല. മറിച്ച് വിജയിച്ച വ്യക്തിക്ക് തൻ്റെ ആശയങ്ങളെ വെല്ലുവിളിക്കാനും കൃത്യമായി കണക്കുകൂട്ടി റിസ്ക് എടുക്കാനും അതുപോലെ പ്രവർത്തിക്കാനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Don't forget to subscribe.